എല്ലാവർക്കും നമസ്കാരം. രമേശ് ഏട്ടൻ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ആരാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രവാസ ലോകത്തുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. വളരെ മുൻപുള്ള യാത്ര ഗൾഫ് രാജ്യങ്ങളിലേക്കായാലും ഒക്കെ തന്നെ അത്രയും കഷ്ടപ്പെട്ടാണ് അവിടെ എത്തുകയും ജോലി കണ്ടുപിടിക്കുകയും കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അന്ന് പോയ ഗൾഫും ഇന്ന് ഉള്ള ഗൾഫും തമ്മിലൊക്കെ എത്ര വ്യത്യാസം ഉണ്ടാവുമെന്ന് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പലരും പിടിച്ചു നിന്നതും നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ പ്രവാസ ലോകം പ്രവർത്തിക്കുന്നതും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേട്ടനൊരു അനുഭവം അയച്ചു തന്നാൽ അത് നിങ്ങളോട് പെട്ടെന്ന് പറയണ്ടേ? കുറച്ച് ദിവസമായിട്ടോ, എന്ത് തന്നെയായാലും നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. എൻ്റെ പേര് രമേശ്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ്. എൻ്റെ ഒരനുഭവം ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോൾ 65 വയസ്സായി. 90കളിൽ ഞാൻ ഗൾഫിന് പോകുമ്പോൾ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം. ഒരു വീട് പോലും ഇല്ല. ഗുരുവായൂരിൽ ചെന്ന് ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഇനി തിരിച്ചു വരുന്നത് എൻ്റെ സ്വന്തം വീട്ടിലാക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ബോംബെ വഴി ഗൾഫിന് പോയി. ദൈവാനുഗ്രഹത്താൽ 93-ൽ ഞാൻ തിരിച്ചു വരുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. പക്ഷേ വണ്ടി അപകടത്തിൽ കൈ ഒടിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുത് പ്രാർത്ഥിക്കാൻ പോയിട്ടോ. അപ്പോഴും ഭഗവാൻ എനിക്കൊരു അനുഭവം തന്നു. ശയനപ്രദക്ഷിണം നടത്തുമ്പോൾ ഭാര്യയും മകളും സഹായിക്കാൻ വന്നപ്പോൾ ഒരു അപ്പൂപ്പൻ വന്നിട്ട് പറഞ്ഞു, തന്നെത്താൻ ഉരുളട്ടെ, തുടരുത്. ഞാൻ ശയനപ്രദക്ഷിണം ചെയ്ത് കഴിയുന്നതുവരെ ആ കാവ്യമുണ്ടെടുത്ത അപ്പൂപ്പൻ കൂടെ ഉണ്ടായിരുന്നു. പ്രദക്ഷിണം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ മനുഷ്യനെ കാണാനില്ല. എന്തെങ്കിലും ദക്ഷിണയായി കൊടുക്കണമെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു. അവിടെ മുഴുവൻ അന്വേഷിച്ചു. പക്ഷെ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതിനുശേഷം എല്ലാ വർഷവും എന്ന പോലെ ഗുരുവായൂരപ്പനെ കാണാൻ പോവാറുണ്ട്. ശയനപ്രദക്ഷിണവും നടത്താറുണ്ട്. എങ്കിലും അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടേയില്ല. 2000 ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്തു. 2035 കിട്ടുമെന്ന് പറഞ്ഞ് റെസിപ്റ്റും തന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ 2005 സെപ്റ്റംബർ 19 പൂജ കിട്ടി. അത് ഭംഗിയായി നടത്തുവാൻ ഭഗവാൻ അനുഗ്രഹിച്ചു. ഈ ജന്മത്തിൽ വേണ്ടതെല്ലാം ഇതിനകം ഭഗവാൻ ഗുരുവായൂരപ്പൻ ഞങ്ങൾക്ക് തന്നു. മരണം വരെ ഇതേപോലെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ജി ത്രിമധുരത്തിൽ വായിക്കണേ. ഓം നമോ നാരായണായ. എന്താ കഥ? 65 വയസ്സായ ജ്യേഷ്ഠനെന്നല്ല, അമ്മാവനെന്നോ മുത്തച്ഛനെന്നോ അച്ഛനെന്നോ എങ്ങനെ വേണമെങ്കിലൊക്കെ വിളിക്കാല്ലേ. രമേശ് ചേട്ടൻ്റെ സ്നേഹമാണ് നമുക്ക് തരാനുള്ളത്. ഈ അനുഭവം എല്ലാവരിലേക്കും പങ്കുവയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഗൾഫിൽ പോയിട്ട് ജീവിച്ചവർക്കൊക്കെ ഇത്തരം അനുഭവങ്ങളുണ്ടാവും. ഇപ്പോഴും എല്ലാവരും നമ്മളെ ഗ്രൂപ്പിലെ ഒരുപാട് അമ്മമാരുണ്ട്, പ്രവാസ ലോകത്തുള്ള ചേട്ടന്മാരുണ്ട്, അനൂപിനെ പോലെയുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്താ പറയേണ്ടതെന്നറിയില്ല. അത്രയും സന്തോഷമായി ഒരു അനുഭവം വന്നപ്പോൾ. എല്ലാവരിലേക്കും സമർപ്പിക്കുകയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരേണ്ടത് ജോയിൻ ബട്ടണിലൂടെ. ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിലുണ്ട് ഡീറ്റെയിൽസ്. വന്നു കഴിഞ്ഞാൽ ഉച്ചപൂജ അലങ്കാരവും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. വേറെ ഒന്നും പറയാനില്ല. ഈ ദിവസം ധന്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ.